അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസിന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും സുഖവും സന്തോഷവും റാഹത്താണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ്, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നമ്മുടെ എക്സാം നമ്മുടെ പടിവാതിക്കൽ വന്ന് നിൽക്കുകയാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കാരണം, കുറേ കാലമായാലും നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് കഴിഞ്ഞ് വേഗം തേർഡും ഫോർത്തും കഴിഞ്ഞ് ഡിഗ്രി ബാങ്ക് കിട്ടുന്നത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ കാര്യമാണല്ലോ. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മാസം മാത്രമേ നമുക്ക് മുമ്പിൽ ബാക്കിയുള്ളൂ. അപ്പോൾ അതിനിടയിൽ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചു തുടങ്ങേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് നമ്മുടെ ടൈം ടേബിൾ നമുക്ക് വന്ന സ്ഥിതിക്ക് ഇന്ന് നമുക്ക് ഒരുങ്ങാൻ സമയമില്ല. ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങുകയാണ്. പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. മറ്റുള്ള ക്ലാസ്സുകൾ കേൾക്കുന്നതോടൊപ്പം തന്നെ പഠനം വളരെ പ്രാധാന്യപൂർവ്വം നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഡിഗ്രി പാസ്സാവുക എന്നുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കീറാമുട്ടിയൊന്നുമല്ല, എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്ന സംഗതി കൂടി തന്നെയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പലർക്കും ഈ പറഞ്ഞ ക്ലാസ് എടുക്കുന്ന വിഷയങ്ങളും അതുപോലത്തെ മറ്റു വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. പക്ഷേ ഇവിടെയാണ് നമുക്ക് വരുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പരീക്ഷ എഴുതുന്നിടത്ത് നമുക്ക് സ്വന്തമായിട്ട് ആശയങ്ങൾ ആവിഷ്കരിക്കാനും ക്രിയേറ്റ് ചെയ്യുന്നിടത്തുള്ള നമ്മുടെ ആ ഒരു പോരായ്മയാണ്. അതിനെയാണ് നാം നികത്തേണ്ടത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ ഗൈഡ് വായിച്ചു നോക്കിയാലോ മറ്റൊക്കെ ആ വിഷയങ്ങൾ മനസ്സിലാക്കും. പക്ഷെ അത് നമ്മുടെ ആശയത്തിൽ, അത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയത് ആൻസർ പേപ്പറിലേക്ക് നമ്മുടേതായ ആശയത്തിൽ അതിനെ പ്രതിഫലിപ്പിക്കുന്നിടത്താണ് നമ്മൾ പലരും നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് അതിനെ മറികടക്കാൻ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ വിഷയങ്ങളെ പഠിക്കുന്നതോടൊപ്പം തന്നെ അതിനെ മറികടക്കാൻ എന്ത് വേണമെന്ന് കൂടി നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. അതിനു വേണ്ടിയുള്ള പ്രാക്ടീസ് തുടങ്ങണം. അപ്പോൾ അതിന് വേണ്ട എന്താണ്? നിരന്തരമായ പ്രാക്ടീസാണ്. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഇത്തരം അവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന സാഹചര്യത്തിലുള്ള പ്രശ്നം എന്താ? ഒന്ന്, നമുക്കുള്ള കയ്യിൽ പദങ്ങളില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, പദങ്ങൾ എങ്ങനെ കൂട്ടിച്ചേർക്കണമെന്നും അറിയില്ല എന്നുള്ളതാണ്. അതിന് ആദ്യം പദങ്ങളെ ഉണ്ടാക്കിയെടുക്കണം. കുറച്ച് വാക്കുകൾ നമുക്ക് മനസ്സിൽ വേണം. അത് തന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദങ്ങൾ. അത് കുറച്ച് നമ്മളെ കയ്യിൽ 100 ഉണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഒരു നൗണുകൾ കുറച്ച് അറിയണം, കുറച്ച് അഡ്ജക്റ്റീവ്സ്, കുറച്ച് ആഡ്വേർബുകൾ അറിയണം. ഇതോടുകൂടെ തന്നെ അതിനെ കൂട്ടിച്ചേർത്ത് വെക്കാൻ ആവശ്യമായിട്ടുള്ള ചില ടു, ഫോർ, വുഡ്, മസ്റ്റ്, അത് ഇത് കുറച്ച് കാര്യങ്ങൾ അതുകൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഷാ പഠനം കംപ്ലീറ്റ് ആകും. നമുക്കതിലൂടെ തന്നെ നമുക്ക് ചെറിയ ചെറിയ രൂപത്തിൽ പതിയെ എഴുതി തുടങ്ങുകയും നമുക്ക് പതിയെ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും. പലരും ഈ ഒരു ലോക്ക്ഡൗൺ കാലയളവിൽ ചിലപ്പോൾ അതിനെ ഉപയോഗപ്പെടുത്തി കൂടുതൽ വലിയ മുന്നേറ്റങ്ങൾക്ക് സാധിച്ചവരുണ്ട്. ഒന്നും ചെയ്യാതെ ഇതികർത്തവ്യത മൂഢരായിരുന്ന ആളുകളുമുണ്ട്. പക്ഷേ ഇനി നമുക്ക് ചിന്തിച്ചിരിക്കാൻ സമയം ഇല്ല. ഇനി ഒരിക്കലും ഇംഗ്ലീഷ് അറിയാത്തതിൻ്റെ പേരിൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകാനും പാടില്ല. കൃത്യമായി നമ്മൾ എഴുതി തുടങ്ങണം. എഴുതണം, വായിക്കണം, അതുപോലെ തന്നെ പറയുകയും വേണം. ഇത് കൂടി ചേരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ആകും. പതിയെ എഴുതി പഠിച്ചാൽ മതി. എന്താണ്? ജസ്റ്റ് ഒരു ഉദാഹരണത്തിന്, ഞാൻ ഇന്ന് റൈറ്റിംഗ് ഫോർ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ സക്സസ് എന്ന് പറയുന്ന ആ ഒരു പാഠപുസ്തകം പഠിക്കാൻ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ, ടുഡേ ഐ എം ഗോയിങ് ടു സ്റ്റഡി ദ ടോപ്പിക്, ദ ലെസൺ അബൌട്ട് റൈറ്റിംഗ് ഫോർ അക്കാഡമിക്. ഇങ്ങനെ നമുക്ക് ഉപയോഗിച്ചും എഴുതിയും എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന സംഗതികളാണ്. നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് നമ്മുടെ കൃത്യമായ ചിന്തയും നമ്മുടെ പ്രവർത്തനമൊക്കെ അത് വിജയം നേടിയെടുക്കണം എന്നുള്ള ലക്ഷ്യത്തിലാവാൻ വേണ്ടിയിട്ടായിരിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ആദ്യം വിഷയത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് റൈറ്റിംഗ് ഫോർ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ സക്സസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കാണ്. ഇതിൽ എങ്ങനെ എഴുതണം എന്നുള്ളതാണ്. എങ്ങനെ എഴുതുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ എഴുതാറുണ്ട്.
ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കൽ എങ്ങനെയാണ്, ഒരു പ്രബന്ധം തയ്യാറാക്കൽ എങ്ങനെയാണ്, സ്കൂൾ ലെവൽ എഴുത്ത് തന്നെയാണോ അല്ലെങ്കിൽ ഡിഗ്രി ലെവലിലുള്ളത്? അല്ലല്ലോ, അതിന് മാറ്റങ്ങളുണ്ടല്ലോ. ഇങ്ങനെ ഒരു അക്കാഡമിക്കായിട്ട് പത്ര റിപ്പോർട്ട് തയ്യാറാക്കുക, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ചെയ്യുക, അക്കാഡമിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അത് എങ്ങനെ ഏകീകരിക്കാം എന്ന വിഷയങ്ങളാണ് ഇതിൽ ചർച്ച വരുന്നത്. ഇതിൽ ഏകദേശം യൂണിറ്റുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു 8 യൂണിറ്റുകളുണ്ട്. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് ഇൻട്രൊഡക്ഷൻ ടു അക്കാഡമിക് റൈറ്റിംഗ്. അക്കാഡമിക് റൈറ്റിങ്ങിനോടുള്ള ഒരു ആമുഖമാണ്. ജനേഴ്സ് ആൻഡ് ടൈപ്സ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ്. അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ ടൈപ്പുകൾ, ഏതൊക്കെ രൂപങ്ങളുണ്ട്, എങ്ങനെയാണ് അക്കാഡമിക് റൈറ്റിംഗ് എന്ന പ്രക്രിയ നടക്കുന്നത്, അതിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്, വൊക്കാബുലറിയും ഗ്രാമറും എങ്ങനെ അക്കാഡമിക് റൈറ്റിംഗ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ മെക്കാനിക്സ് ആൻഡ് കൺവെൻഷൻസ് ഓഫ് റൈറ്റിംഗ്, റൈറ്റിംഗ് ഫോർ പ്രൊഫഷണൽ പർപ്പസസ്, റൈറ്റിംഗ് ഫോർ പ്രൊഫഷണൽ പർപ്പസ് ടു. ഇത്രയുള്ള സംഭവങ്ങൾ. നമ്മളിന്ന് ബേസിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ഘടകത്തെ, അതിൻ്റെ ഇൻട്രൊഡക്ഷനാണ്, അതിൻ്റെ ആമുഖമാണ്, അതിൻ്റെ പീഠികയാണ്, മുഖവുരയാണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കോഴ്സ്. ഈ ഒരു കോഴ്സിൻ്റെ ലക്ഷ്യം എന്താണ്? ഈ ഒരു പാഠപുസ്തകം നിങ്ങൾക്ക് പഠിപ്പിച്ചു വരുമ്പോൾ എന്താണ് ഒരു ലക്ഷ്യം വയ്ക്കുന്നത്? ടു ഡെവലപ്പ് റൈറ്റിംഗ് സ്കിൽസ്, ടു ലേൺ ടു ഇൻ്റഗ്രേറ്റ് റൈറ്റിംഗ് ആൻഡ് തോട്ട് ആൻഡ് ടു അപ്ലൈ ദ കൺവെൻഷൻസ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് കറക്റ്റ്ലി. നമ്മുടെ എഴുത്തിൻ്റെ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. മാത്രമല്ല എന്താണ്, നമ്മുടെ ചിന്തയെയും മറ്റൊക്കെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് അതിനെ നമ്മുടെ അക്കാഡമിക് റൈറ്റിങ്ങിൽ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ഒരു വിദ്യാർത്ഥിയെ പ്രാപ്തമാക്കുന്നുണ്ട്. എന്ത്? അക്കാഡമിക് റൈറ്റിങ്ങിലൂടെ. ചെക്ക് ദ കറക്റ്റ് സെൻസ് ഓഫ് ഫോർമാറ്റ്, സിൻടാക്സ്, ഗ്രാമർ, പങ്ക്ച്വേഷൻ, സ്പെല്ലിംഗ്. ഈ ഒരു പാഠഭാഗങ്ങൾ അല്ലെങ്കിൽ ഈ ടെക്സ്റ്റ് പഠിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് ഒരു സെൻറ്റൻസിൻ്റെ ഘടന എങ്ങനെയായിരിക്കും, അതിൻ്റെ ഗ്രാമർ എങ്ങനെയാണ്, അതിൻ്റെ സിൻടാക്സ്, അതിൻ്റെ സന്ദർഭം, അതിൻ്റെ പങ്ക്ച്വേഷൻസ്, അത് എന്തൊക്കെ കോമ, കുത്ത് എവിടെയൊക്കെ കൊടുക്കണം എന്ന് തുടങ്ങി, സ്പെല്ലിങ് എങ്ങനെയൊക്കെ മനസ്സിലാക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ പഠിക്കും. ടു അക്വയർ ദ കൺസെപ്റ്റ്, പ്രിൻസിപ്പൾസ് ആൻഡ് വൊക്കാബുലറി ഓഫ് റീസണിങ് ആൻഡ് ആർഗ്യുമെൻറ്റേഷൻ ആൻഡ് യൂസ്, അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് അഡ്വാൻസ് ആർഗ്യുമെൻറ്റ്സ്. നമുക്ക് ചില കൺസെപ്റ്റുകൾ, ചില കാര്യങ്ങൾ പഠിക്കുക. അതിൻ്റെ കോൺസെപ്റ്റ് എന്തായിരിക്കണം, അതിൻ്റെ തത്വങ്ങൾ എന്തായിരിക്കും, പിന്നെ വൊക്കാബുലറി, ആർഗ്യുമെൻറ്റേഷൻസ്, പിന്നെ ഒരു തയ്യാറാക്കുമ്പോൾ, ഒരു സംഗതിയെ തയ്യാറാക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കും. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇൻട്രൊഡക്ഷൻ ടു അക്കാഡമിക് റൈറ്റിംഗ്. അക്കാഡമിക് റൈറ്റിങ്ങിന് ഒരു ആമുഖം. എന്താണ് അക്കാഡമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ രീതിയിൽ അക്കാഡമിക്കുമുണ്ട്, നോൺ അക്കാഡമിക്കുമുണ്ട്. ഇപ്പോൾ ഒരു എന്താണ്, നമ്മൾ സാധാരണ സംസാരം എന്ന് പറയുന്നത് നോൺ അക്കാഡമിക്കാണ്. അക്കാഡമിക് സ്പീച്ച് നടത്തുന്ന സമയത്ത് നമ്മുടെ വൊക്കാബുലറിയും നമ്മുടെ ശൈലിയും നമ്മുടെ രീതിയും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കണം, അല്ലേ? അല്ലെങ്കിൽ അതൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അക്കാഡമിക് റൈറ്റിങ്ങിനെ നമ്മൾ കൂടുതൽ ക്രിയാത്മകമായിട്ടായിരിക്കണം അക്കാഡമിക്കായിട്ട് പറയേണ്ടത്. ഇപ്പോൾ വീട്ടിലെ ആളുകളോട് സംസാരിക്കുന്ന ശൈലി എന്തല്ല, അക്കാഡമിക് അല്ല, നോൺ അക്കാഡമിക്കാണ്. സിമ്പിളായിട്ട് എന്തമ്മ ശിശു സുഖനല്ലേ, ചാടുക്കടി അതിർക്ക് നിങ്ങളെ പെങ്ങന്മാരൊക്കെ പറയുന്ന ആ ശൈലി, എടാപടാ അതൊരു നോൺ അക്കാഡമിക്കാണ്. നമ്മുടെ ഇജ്ജയുടെ പോടെ ആട് ഇവര് അല്ലേ, ചാട് എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് നോൺ അക്കാഡമിക്കാണ്. നമ്മൾ സാധാരണ സ്ലാങ്ങുകൾ അല്ല, ഓരോ നാട്ടിലും ഓരോ ഭാഷയാണ്. ഉദാഹരണത്തിന് നമ്മുടെ മലപ്പുറത്താണ് ഇജ്ജ്, കജ്ജ്, പുജ്ജ്, അത് മലപ്പുറത്ത് വരും അല്ല. അങ്ങനെ എന്താ ഈടെ, ആടെ, ഇറ്റാലി, മറ്റേ ഇറ്റാലി, ആറ്റാലി, ഇറ്റാലി എന്നൊക്കെ പറയുന്നത് കണ്ണൂർ ഭാഷയാണ്. അല്ലെങ്കിൽ നരിക്കുനി ഭാഷയുണ്ട്. പിന്നെ എൻ്റെ ഓല് എത്തത് എന്തതെന്ന് പറഞ്ഞൊക്കെ അതൊക്കെ ഒരു കോഴിക്കോടൻ ഭാഷയാണ്. കടപ്പുറത്ത് വെച്ച് എവിടുന്ന് വരുന്നുണ്ടേ, കടാപ്പുറം അല്ലേ, എൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞത് കടപ്പുറം ശൈലിയാണ്. അങ്ങനെ ഈ ഒരു നമ്മൾ കൊച്ചു കേരളത്തിൽ പരിശോധിക്കുന്ന 100 കണക്കിന് ശൈലികളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് സാധാരണ ഉപയോഗിക്കുന്ന ശൈലി ഇത് ഓക്കെ നോൺ അക്കാഡമിക്കാണ്, സിമ്പിളായിട്ടുള്ള നാടൻ ശൈലികളാണ്, അത് നോൺ അക്കാഡമിക്. ഇതെല്ലാം നമ്മൾ പ്രൊഫഷണൽ ആയി സംസാരിക്കുന്ന സമയത്ത്, ക്ലാസ് എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പത്രത്തിൽ ലേഖനം എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സ്പീച്ച് നടത്തുന്ന സമയത്ത് ഇതെന്ത് വേണം, അക്കാഡമിക് ആയിരിക്കണം. അപ്പോൾ വാക്കുകൾ ആക്യുറേറ്റ് ആയിരിക്കണം, ആളുകൾക്ക് മനസ്സിലാവുന്നതായിരിക്കും, നല്ല ശൈലിയായിരിക്കണം, ഉഷാറായിരിക്കണം. അപ്പോൾ അക്കാഡമിക് എന്ന് പറയുമ്പോൾ അതൊരു സാധനമാണ്, സൂപ്പറായിട്ടൊരു സാധനമായി വരണം. അതാണ് അക്കാഡമിക്. അത് എന്താണ്, അത് പഠിക്കണം. അതിന് ചില ശൈലികളും ചില സംഭവങ്ങളും നമ്മളൊക്കെ അത് സ്വായത്തമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടപെടലുകളിലൂടെയും അതുപോലെ തന്നെ നമ്മൾ ശീലിച്ച് വന്ന ആ ഏരിയകളിലൂടെയൊക്കെ നമ്മൾ കുറേ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ അതിന് ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല.
ഇപ്പോൾ എന്താണ് അറബി സാഹിത്യം അറബി നമ്മൾ എഴുതാറുണ്ടല്ലേ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറബിൻ്റെ ഒന്നും അറിയില്ല, ഒരു കുന്തം അറിയില്ല. ഒരു വരി നമുക്ക് തെറ്റുകൂടാതെ എഴുതാൻ നമുക്ക് കഴിയില്ല. കാരണം അറബിയിൽ ചില നിയമങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അറബ് സൈദിന് അമ്ര അതിന് ശരിയായിരിക്കും, പക്ഷേ അതിലൊരു ഫീലും ഫായിലും അതിൻ്റെ ഫീലിയ ജുംല ഇസ്മിയ ജുംല കൂട്ടിച്ചത് സെൻറ്റൻസ് എഴുതിയിട്ടുണ്ടെങ്കിലേ അത് കുറച്ച് ഇടങ്ങാറുണ്ട്. അപ്പോൾ അതിന് കുത്തും കോമിയും അറബിയിലുണ്ട്, കുത്തും കോമിയും ഫങ്ഷൻസും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും പഠിപ്പിക്കുന്ന ശൈലി ശാസ്ത്രമൊക്കെ ഉണ്ട്. ഉസ്താദിൻ്റെ ബഹുമാനപ്പെട്ട കലമുൽ ഇസ്ലാം ഷെയ്ഖുന വാസ്താദിൻ്റെ ഒരു കിതാബുണ്ട്, എന്താണ് ജിനാനുൽ അദബ് എന്ന് പറഞ്ഞിട്ട്, സാഹിത്യ ഏർവാടി. അതിൽ ശരിക്കും പറയുന്നുണ്ട് അദബ് സാഹിത്യത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം. അതിൽ ഉസ്താദ് ഓരോ ആളുകളുടെയും സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് തന്നെ ഇവരുടെയാണ്. അത് നമ്മുടെ മുഅല്ലക്ക, അവരുടെ ഇബ്രുൽ ഖൈസിൻ്റെ ഇഫാൻ ബിക്കിമിൻ ദിക്റാക്കി എന്ന് പറയുന്ന സബുൽ മുഅല്ലക്കയിലെ ആ മുഅല്ലക്ക എടുത്തിട്ട് അതിനെ ചുരുളഴിക്കണം, അതിനെ കെട്ടഴിച്ചിട്ട് ഇങ്ങനെ ഓരോന്നും വിശദീകരിച്ച് എങ്ങനെ എവിടെ എന്തൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോതിൻ്റെതായ സംഗതികളുണ്ട്. അപ്പോൾ അറബി ഇപ്പോൾ നമ്മൾ മലയാളം പഠിക്കുമ്പോൾ തന്നെ മലയാളത്തിൽ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കർത്തരി പ്രയോഗം, കർമ്മണി പ്രയോഗം, അതുപോലെ തന്നെ മുറിച്ചെഴുതുക, പിരിച്ചെഴുതുക, ഇങ്ങനെ കുറേ സംഗതി പഠിച്ചിട്ടാണ് നമ്മൾ മലയാളത്തിൽ തന്നെ ഒരു ഗ്രാമറൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇംഗ്ലീഷിലാണെങ്കിലും കുറേ കാര്യങ്ങൾ നമ്മൾ വേറിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം ഒരു വിഷയങ്ങളിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിലൂടെ നടത്തുന്നത്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. വാട്സപ്പിൽ എടുത്ത് വോയിസ് അയക്കുന്ന ഒരു ക്ലീഷേതിൽ നിന്ന് മാറിയിട്ട് ചെറുതായിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ട് അതിലൂടെയാണ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്കങ്ങനെ 1-2 ദിവസം മുന്നോട്ട് പോകാം. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് പതിയെ നിങ്ങളുടെ താല്പര്യമനുസരിച്ച് ക്ലാസ്സുകളിനെ ഡിഫറെൻ്റായിട്ട് മാറ്റാം. ഓക്കെ. റൈറ്റിംഗ് സ്കിൽ എക്സ്പെക്റ്റേഷൻസ് ചേഞ്ച് ആസ് എ സ്റ്റുഡൻറ്റ് മൂവ്സ് ഫ്രം സ്കൂൾ ടു കോളേജ്, അല്ലേ? ഉറപ്പല്ലേ? നമ്മൾ ഒരു കുട്ടിയുടെ എഴുത്തിൻ്റെ കഴിവ് എന്ന് പറയുന്നത് അതിന് മാറ്റം വരുന്നുണ്ട്. സ്കൂളിൽ എഴുതുന്നത് പോലെയാണോ കുട്ടി കോളേജിലെത്തുമ്പോൾ എഴുതുന്നത്? തീർത്തുമല്ലോ അല്ലേ? സ്കൂളിൽ എഴുതുന്നത് പോലെയല്ല. കുട്ടിയുടെ മാനസിക നിലയും ചിന്താഗതിയും അവസ്ഥയൊക്കെ മാറ്റം വരും. നമ്മുടെ പഴയ ആളുകളുടെ, നിങ്ങളുടെ തന്നെ ഇപ്പോൾ നിങ്ങൾ നോക്ക്, എന്താണ് പഴയ എഴുത്തുകളും ഇപ്പോഴത്തെ എഴുത്തും പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ വ്യത്യാസം കാണാറില്ലേ? ഉണ്ട്. സോ ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിൻ്റാണ് എന്താണ്, റൈറ്റിംഗ് സ്കിൽ എക്സ്പെക്റ്റേഷൻസ് ചേഞ്ച് ആസ് എ സ്റ്റുഡൻറ്റ് മൂവ്സ് ഫ്രം സ്കൂൾ ടു കോളേജ്. സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് കുട്ടി മാറ്റം വരുന്നതിലൂടെ അല്ലെങ്കിൽ പോകുന്നതിലൂടെ അവൻ്റെ എഴുത്ത് എന്നുള്ള പ്രക്രിയ കഴിവിന് മാറ്റം സംഭവിക്കുന്നു. അക്കാഡമിക് റൈറ്റിംഗ് സ്കിൽസ് നീഡഡ് ഫോർ സക്സസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. അക്കാഡമിക് റൈറ്റിംഗ് സ്കില്ല് അത് അത്യാവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ട്? ഹയർ എഡ്യൂക്കേഷനിൽ, ഉയർന്ന പഠന സാധ്യതകളിൽ വിജയിക്കാൻ എന്ത് വേണം? അക്കാഡമിക് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം. ഓൺലി ത്രൂ കോൺസ്റ്റൻറ്റ് ആൻഡ് ഡെലിബറേറ്റ് പ്രാക്ടീസ് വൺ ക്യാൻ മാസ്റ്റർ അക്കാഡമിക് റൈറ്റിംഗ്. അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു സംഭവം വെറുതെ കിട്ടണമല്ല, അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, നന്നായിട്ട് തന്നെ ചെയ്യണം, ഡെഡിക്കേറ്റഡ് ആവണം, സമർപ്പിതമാവണം. Academic writers are not expected to make subjective judgments, categorical remarks, and use information from unreliable sources. എന്താ അക്കാഡമിക് റൈറ്ററിൽ നിന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്തല്ല, സബ്ജക്റ്റീവ് ജഡ്ജ്മെൻറ്റ്സ് അല്ല. അയാളുടേതായ കുട്ടി ഉണ്ടാക്കിയിട്ടുള്ള ജഡ്ജ്മെൻറ്റ് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇത് ഫാക്റ്റ് ആയിരിക്കണം, അതിൽ ഡാറ്റാസ് വേണം, ഒറിജിനാലിറ്റി വേണം. ഇന്ന് നിങ്ങൾ ചിലപ്പോൾ ചില സംവാദം, ഇന്ന് നമ്മളെ എ ജബ്ബാറിൻ്റെയും അതുപോലെ തന്നെ ആരുടെ അക്ബറിൻ്റെ ഒക്കെ ഇതെടുക്കും സംവാദം നടക്കുന്നുണ്ട് അല്ലേ? അതിലവരിങ്ങനെ അവതരിപ്പിക്കുന്ന സംഗതികൾ കുറേ തൊള്ളവിടായി ആൾക്കല്ല, അതിൽ കുറേ എന്തുണ്ട്, അവരിങ്ങനെ ഫാക്റ്റ് അവതരിപ്പിക്കുന്നുണ്ട്. രണ്ടുപേർക്ക് രണ്ടുപേരുടെ ന്യായങ്ങളാണ്. പക്ഷെ അവർ എന്താണ് അതിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ ചില ഫാക്റ്റുകളൊക്കെ വെച്ചിട്ടാണ് നടത്തുന്നത്. അപ്പോൾ വെറുതെ വായിട്ടിളക്കുക എന്നത് ഒരിക്കലും അക്കാഡമിക് പേഴ്സണൽക്ക് ചോദിച്ചതല്ല. കാറ്റഗറിക്കൽ റിമാർക്സ് ആൻഡ് യൂസ് ഇൻഫർമേഷൻ ഫ്രം അൺറിയലബിൾ സോഴ്സസ്. ഒരിക്കലും അവിശ്വസനീയമായിട്ടുള്ളതായ സോഴ്സുകളിൽ നിന്ന്, ഉറവിടങ്ങളിൽ നിന്ന് നമ്മൾ വിവരം കൈമാറരുത്. ജസ്റ്റ് ബിഫോർ 2 ദിവസം മുമ്പ് നമ്മൾ കൊറോണ വീണ്ടും വകഭേദം വന്നു, കേരളത്തിൽ ലോക്ക്ഡൗൺ, ചക്ക മാങ്ങ അങ്ങനെയൊക്കെ പലരും ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ അൺറിയലബിൾ ആയിട്ടുള്ള, ഒരിക്കലും വിശ്വാസയോഗ്യമല്ലാത്ത സോഴ്സിൽ എന്ന സംഭവം നമ്മൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്താണ്, നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം. റൈറ്റിംഗ് ടാസ്ക് അസൈൻ ടു സ്റ്റുഡൻറ്റ്സ് കോളേജ് യൂണിവേഴ്സിറ്റീസ് റെഫർ ടു അക്കാഡമിക് റൈറ്റിംഗ്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ എന്താണ് അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുന്ന പ്രക്രിയ, അത് ശരിക്കും ഈ കോളേജ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് പ്രത്യേകമായിട്ട് നമ്മൾ റെഫർ ചെയ്യപ്പെടുന്നതാണ്.
അക്കാഡമിക് ഈസ് ഫോർമൽ ആൻഡ് ഫോളോസ് എ വെൽ ഡിഫൈൻഡ് പാറ്റേൺ. അതൊരു ഫോർമലാണ് അല്ലേ. രണ്ട് കാര്യങ്ങളുണ്ട്, ഫോർമലും ഉണ്ട് ഇൻഫോർമലും ഉണ്ട്, ഔപചാരികതയുണ്ട് അനൗപചാരികതയുണ്ട്. അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫോർമലാണ്, അത് ഔപചാരികതയെ ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് നല്ല പാറ്റേൺ ഉണ്ട്, ഇങ്ങനെയൊക്കെ ആയിരിക്കണം അതിൻ്റെ രീതി. നോൺ അക്കാഡമിക് റൈറ്റിംഗ് ഈസ് ഫോർമൽ ആൻഡ് ഈസ് വിത്തൗട്ട് പ്രിഡിക്ഷൻ പാറ്റേൺ. നോൺ അക്കാഡമിക് റൈറ്റിംഗ് എന്തല്ല, അത് ഇൻഫോർമൽ അല്ല, അത് ഇൻഫോർമൽ റൈറ്റിംഗ് ആണ്. അതിന് പ്രത്യേകമായ രീതിയും ശൈലിയൊന്നുമില്ല, എങ്ങനെയും ആവാം. Student, teachers and researchers who engage in academic writing at college university are called scholars or academics. Academicians, സ്റ്റുഡൻസ്, കുട്ടികൾ, സ്കോളേഴ്സ്, PhD സ്റ്റുഡൻസ് എല്ലാവരും എന്തിൽ വ്യാപൃതരാണ്? അക്കാഡമിക് റൈറ്റിങ്ങിൽ വ്യാപൃതരാണ്. ഓക്കെ, അവരെ എന്ത് പറയാം? സ്കോളേഴ്സ്, പണ്ഡിതന്മാരെന്നോ അല്ലെങ്കിൽ അക്കാഡമിഷ്യൻസ് എന്നോ പറയാം. Purpose and for publication is scholarly journal undergo pre-reviewing and evaluation. നമ്മളൊരു ജേണലിൽ അയക്കാൻ വേണ്ടി, ജേണൽ ഉണ്ടല്ലോ, ജേണൽ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധീകരണങ്ങളാണ്. ഈ ISB എന്ന് പറയുമ്പോൾ ചില പ്രത്യേകമായ പ്രസിദ്ധീകരണങ്ങളൊക്കെ ഉണ്ട്, ജേണൽസ്. ആ ജേണലുകളൊക്കെ നമ്മൾ പേപ്പർ അയക്കണം. നമ്മുടെ സബ്ജക്റ്റ് ഒരു വിഷയത്തിൽ പ്രബന്ധം ഉണ്ടാക്കി അയക്കുമ്പോൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യപ്പെടാൻ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ളതായ താഴേക്കൊരു കൊടുത്തിട്ട് അതിനെ ഒരു നന്നായിട്ടൊരു വിശകലനത്തിന് ശേഷമാണ് അതിനെ പബ്ലിഷ് ചെയ്യുന്നത്. Academicians are expected to adhere to certain basic ethics and they have to conduct themselves in responsible manner. അവരെന്ത് ചെയ്യണം? അക്കാഡമിഷ്യൻസ് ഒരിക്കലും എന്താൻ പാടില്ല, മറ്റുള്ള സാഹിത്യ ചോരണമോ അതുപോലെ തന്നെ പറ്റിക്കൽസോ ഒന്നും ചെയ്യാൻ പാടില്ല. അവർ ക്രിയേറ്റ് ചെയ്യുന്ന സാധനം അത് ഒറിജിനാലിറ്റി ആയിരിക്കണം, ആരുടെയോ കോപ്പി അടിച്ചതോ അല്ലെങ്കിൽ എന്താണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ പഠിക്കുന്ന വിഷയം എന്ത്, ഈ പ്ലാഗരിസം എന്ന് പറയും. പ്ലാഗരിസം തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് നമ്മളെന്തെങ്കിലുമൊക്കെ തീസിസോ പ്രൊജക്റ്റോ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരുടെ കോപ്പി അടിക്കുക, എന്നിട്ട് അത് എന്ത് ചെയ്യുക, അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് അതിനെല്ലാം പിടിക്കപ്പെടുന്ന സംവിധാനങ്ങളുണ്ട്. നെറ്റിലിട്ട് കഴിഞ്ഞാൽ അതിന് പ്ലാഗരിസം പിടികൂടും. ഓക്കെ, അപ്പോൾ അത്തരം ആ ഒരു പ്രവർത്തനം എന്നൊക്കെ ഒഴിവാക്കണം, അക്കാഡമിഷ്യൻസ് ഒഴിവായി നീക്കണം. ഇതാണ് ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു പാഠഭാഗത്തിൽ. അപ്പോൾ അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ സ്പെഷ്യാലിറ്റി ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് സാധനങ്ങൾ സ്വീകരിക്കാറുണ്ട്, അതിലേക്ക് വരാം. നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എടുക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്കിൽസ് എക്സ്പെക്ടേഷൻസ് ഇൻ സ്കൂൾ ആൻഡ് കോളേജ് വിത്ത് ഫോക്കസ് ഓൺ റൈറ്റിംഗ്. എന്തൊക്കെയാണ് സ്കൂളിൽ നിന്ന് കോളേജിലേക്ക്, സ്കൂള് കോളേജ് രണ്ട് ഏരിയകളിൽ അവിടെ ഉണ്ടാകുന്ന അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ ഡിഫറൻസ്, വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് അവിടേക്ക് ചർച്ച വരുമ്പോൾ നോക്കാം. സ്കിൽ എക്സ്പെക്റ്റേഷൻസ് ചേഞ്ച് സിഗ്നിഫിക്കൻ്റ്ലി ആസ് യു മൂവ് ഫ്രം സ്കൂൾ ടു കോളേജ്. അല്ലേ, നമ്മൾ സ്കൂളിൽ നിന്നും കോളേജിലേക്ക് നമ്മുടെ പഠനത്തെ മാറ്റി പാർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ മറിച്ച് നടന്ന സമയത്ത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിക്കുന്നു? അവൻ്റെ മാനസിക നിലക്ക് മാറ്റം വരുന്നു, അവൻ്റെ ശൈലിയും പ്രവർത്തനങ്ങളും മാറ്റം വരുന്നു, അതോടുകൂടി തന്നെ ബുദ്ധിവികാസവും ഉണ്ടാകുന്നുണ്ട്, അതോടുകൂടി അവൻ്റെ എഴുത്തിനും മാറ്റങ്ങൾ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. യെസ്, college students are expected to write a range of written works as a part of their studies, and developing written communication is essential for studies at tertiary level. കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം അവൻ്റെ എഴുത്തിൻ്റെ പ്രക്രിയയുടെ റേഞ്ച് ഒന്ന് കൂടും. അല്ലേ, അവൻ്റെ എഴുത്തുകളൊക്കെ വരുന്നത് എന്തിനടിസ്ഥാനത്തിലായിരിക്കും? അവൻ പഠിക്കുന്ന സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അവൻ പഠിക്കുന്ന വിഷയങ്ങളുടെ ധാരണകളെ കൂടുതൽ ഉണ്ടാക്കിയെടുത്തിട്ടാണ് അവൻ്റെ എഴുത്തുകളെല്ലാം കൂടുതൽ വിശാലമായി വരുന്നത്. എന്നാൽ സ്കൂൾ സ്റ്റുഡൻസ് ഓഫൻ റൈറ്റ് ഇൻ എ ഇൻഫോർമൽ. എന്നാൽ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ അത് ഇൻഫോർമലായിട്ട് എഴുതും, അതുപോലെ സിമ്പിളായിരിക്കും, അത് നോൺ ടെക്നിക്കൽ ലാംഗ്വേജ് ആയിരിക്കും. അല്ലേ, ടെക്നിക്കൽ ആവോ? ഇല്ല. There is a chance of writing the writer's personal feeling and self-expression. അവിടെ എന്തുണ്ട്? ക്രിയേറ്റീവ് റൈറ്റിംഗ് ഉള്ളത് സ്കൂളുകളൊക്കെ. അല്ലേ, ക്രിയേറ്റീവ് റൈറ്റിംഗ് അവർക്ക് എന്തും എഴുതാം, അവരുടേതായ റൈറ്റിംഗ് ആണ്. അവരുടെ ഫീലിങ്സ്, സംഭവങ്ങളുടെ കാര്യങ്ങൾ. അല്ലെങ്കിൽ സാധാരണ സ്കൂൾ ലെവലിൽ അങ്ങനെയല്ലല്ലോ, സാധാരണ വേറെ പ്രത്യേകിച്ചൊന്നും എഴുതാനില്ല. പക്ഷേ writing skills expected at the college level mainly involves the ability to write clearly and logically, following certain techniques, conventions and styles. ഒരു കോളേജിലേക്ക് ഒരു വിദ്യാർത്ഥിയെ ആഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ എഴുത്തിൻ്റെ ശൈലി മാറണം, സ്റ്റൈല് വരണം അതിന്. അതുപോലെ തന്നെ നല്ല ടെക്നിക്സ് വേണം, ലാംഗ്വേജിന് സൂപ്പറായിരിക്കണം. ഇങ്ങനെ കുറേ ഘടകങ്ങളുണ്ട്. അപ്പോൾ അത്തരം ഘടകങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആവശ്യമുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്.
Okay. Second one, what are the prerequisites for learning academic writing? Yes. അക്കാഡമിക് റൈറ്റിംഗ് ഒരാൾ പഠിക്കാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ അയാൾ പ്രഥമമായിട്ട് പ്രീറിക്വസ്റ്റായിട്ട് മുൻപ് അറിഞ്ഞിരിക്കേണ്ട ഘടകങ്ങൾ, കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ. അക്കാഡമിക് റൈറ്റിംഗ് ഈസ് ടു ബി അണ്ടർസ്റ്റുഡ് ആസ് എ ഹയർ ഓർഡർ ഓഫ് റൈറ്റിംഗ് സ്കിൽ. നമ്മൾ മനസ്സിലാക്കേണ്ടത് റൈറ്റിംഗ് സ്കിൽ എന്ന് പറഞ്ഞാൽ എഴുത്ത് പ്രക്രിയ അല്ലെങ്കിൽ എഴുത്തിനുള്ള കഴിവ് എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് apparent that to the learn academic writing one should possess basic skills to use writing for communication. അപ്പോൾ ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്മ്യൂണിക്കേഷൻ റൈറ്റിങ്ങിൽ നമ്മൾ പരിജ്ഞാനം നേടുകയും തീർച്ചയായിട്ടും ഒരാളുടെ സ്കില്ല് ഇതിലൂടെ വർദ്ധിക്കുകയും ചെയ്യും. ദ ഫോളോയിങ് ആർ ദ പ്രീറിക്വസ്റ്റ് ഫോർ ലേണിംഗ് അക്കാഡമിക് റൈറ്റിംഗ്. അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുന്ന പ്രക്രിയ അത് പഠിക്കണമെങ്കിൽ എന്തൊക്കെ ഘടകങ്ങൾ ആവശ്യമുണ്ട്? ആ ഘടകങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ് പ്രീറിക്വസ്റ്റ് ഫോർ അക്കാഡമിക് റൈറ്റിംഗ്. അക്കാഡമിക് റൈറ്റിംഗ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഘടകങ്ങൾ. ആ ഘടകങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന 6 കാര്യങ്ങളാണ്. ഈ 6 കാര്യങ്ങൾ എക്സാം മസ്റ്റായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഒന്ന്, സ്റ്റാർട്ട് ഫ്രീ റൈറ്റിംഗ്. വെറുതെ എഴുതുക, ഇങ്ങനെ എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ് ആദ്യം. അക്കാഡമിക് റൈറ്റിംഗ് പറഞ്ഞല്ലോ, അക്കാഡമിക്കായിട്ട് പ്രൊഫഷണലായിട്ട് എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എഴുതി തുടങ്ങണം. ആ എഴുതി തുടങ്ങുന്ന പ്രക്രിയക്ക് വെറുതെ എഴുതുക, ഡയറക്റ്റ് എഴുതാറില്ല, വെറുതെ എഴുതുക. ആ സംഭവം അതിങ്ങനെ എഴുതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വളരുന്നത്. ഓക്കെ. ഫ്രീ റൈറ്റിംഗ്, റൈറ്റ് കണ്ടിന്യൂസ്ലി വിത്തൗട്ട് വറിയിങ് അബൌട്ട് ദ കറക്റ്റ്നെസ്. അല്ലേ, ഇത് പറഞ്ഞ നിങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കുക, യാതൊരു ടെൻഷനും വേണ്ട. ഇത് ശരിയാവോ തെറ്റാവോ, അല്ലേ, തെറ്റാവോ ഒന്നും അയക്കണ്ട. ഗ്രാമർ മിസ്റ്റേക്സ് നോക്കണ്ട, ലോജിക്കൽ ഓർഡർ നോക്കണ്ട. യു നീഡ് എൻകറേജ് യുവർ സെൽഫ് പേഴ്സൺ. എനിക്ക് എഴുതാൻ കഴിയും എന്നുള്ള ഒരു മാനസികമായ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നവരെ എഴുതിക്കൊണ്ടേയിരിക്കാം. ഞാൻ പണ്ട് ജവഹറിന് ഒരു പുസ്തകം കൊടുത്തില്ല, എന്ത് എഴുതിക്കോളൂ, വാട്ട് എവർ യു ഹാവ് ടു റൈറ്റ് യു ക്യാൻ റൈറ്റ് ഇറ്റ്. എഴുതുക, എഴുതുക, ഇത്രേ ഉള്ളൂ. 2, കീപ് എ ജേർണൽ. മേക്ക് ഇറ്റ് ഹാബിറ്റ് ഓർ ടു റൈറ്റ് സംതിങ് ഇൻ എ നോട്ട്ബുക്ക് സ്പെസിഫിക്കലി മീൻ ഫോർ ദ പേർപ്പസ്. എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് എന്ത് ചെയ്യും? ഒരു ജേണൽ, നമുക്ക് നമ്മുടേതായ ഒരു ജേണൽ, ഡയറിയോ സംഭവം എന്ത് വെക്കുക, അതിലെന്തെങ്കിലും എഴുതിക്കൊണ്ടേയിരിക്കുക, എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് എഴുതുക. കീപ്പിംഗ് എ പേഴ്സണൽ ജേണൽ ക്യാൻ ബി യൂസ്ഡ് എ പ്രാക്ടീസ് ഓഫ് ഡെവലപ്പിംഗ് അക്കാഡമിക് റൈറ്റിംഗ് എസ് വെൽ. നമ്മുടെ അക്കാഡമിക് റൈറ്റിംഗ് എന്നുള്ള പ്രക്രിയയെ ഉഷാറാക്കി എടുക്കാൻ വേണ്ടി നമുക്കൊരു സംഭവം, അത് എന്തെങ്കിലും ഡയറി എഴുതാം, കഥ എഴുതാൻ തുടങ്ങി എന്തും എഴുതാം, അങ്ങനെ സാധനം. 3rd one, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. റീഡിങ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് റീഡിംഗ് ഫോർ ആസ്പയറിംഗ് റൈറ്റേഴ്സ്. അതെ മക്കളെ, എഴുത്ത് എന്നുള്ള പ്രക്രിയ നമുക്ക് ഉഷാറാക്കി എടുക്കണം. എന്ത് വേണം? റീഡിങ്, വായിക്കണം, ഉഷാറാക്കി വായിക്കണം. വായന ഉഷാറല്ലെങ്കിൽ കോയി ഫൈദാനായി, അവിടെ കാര്യം ഉണ്ടാവില്ല. വായിക്കുക, നന്നായിട്ട് വായിക്കുക. വായനയിലൂടെയാണ് നമ്മൾ എഴുതാനുള്ളതായ നമുക്കുള്ള പ്രചോദനം കിട്ടുന്നത്. സോ നന്നായിട്ട് ഫ്രീക്വൻ്റ്ലി വായിച്ചുകൊണ്ടേയിരിക്കുക. ഇഫ് യു ടേക്ക് ഇൻ ടു അക്കൗണ്ട്സ് അതേഴ്സ് ഒപ്പീനിയൻസ് ആൻഡ് ഫൈൻഡിങ്സ് ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ഇംപ്രൂവ് യുവർ റൈറ്റിംഗ് സ്കിൽ. മാത്രമല്ല മറ്റുള്ളവരുടേതായ സഹായങ്ങൾ തേടുക. എങ്ങനെ എഴുതാം, ഇങ്ങനെയൊക്കെ എഴുത്ത് ശരിയാക്കാം, അതും തീർച്ചയായിട്ടും നിങ്ങളുടെ എഴുത്തിനെ കൂടുതൽ ഭംഗിയാക്കുകയും അത് നിങ്ങളുടെ അക്കാഡമിക് റൈറ്റിങ്ങിനെ സഹായിക്കുകയും ചെയ്യും. 3rd, 4th one, തിങ്ക് ക്രിട്ടിക്കലി. ക്രിട്ടിക്കായി ചിന്തി, വിമർശനാത്മകമായി ചിന്തി. ഒരു സാധനത്തെ കാണുമ്പോൾ, ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു അപ്പടി വിഴുങ്ങരുത്. അതിനൊക്കെ എന്ത് ചെയ്യണം? ക്രിട്ടിക്കലായി ചിന്തിക്കണം, അല്ലേ? ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് നമ്മളെ വല്ലാതെ ഉഷാറാക്കി എടുക്കും. ഓക്കെ. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻസ്പെക്ടിങ് സംതിങ് ക്ലോസ്ലി ആൻഡ് റിഫ്ലക്റ്റിംഗ് ഓൺ ഇറ്റ്. Writing and thinking are complementing each other. That is, thinking will refine your writings and writings will strengthen your thoughts. അല്ലേ? എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഇസ് പ്രോസസ് ഓഫ് ഇൻസ്പെക്ടിങ് സംതിങ് ക്ലോസ്ലി ആൻഡ് റിഫ്ലക്റ്റിംഗ്. ഒരു കാര്യത്തെക്കുറിച്ച് ഇൻസ്പെക്ഷനായിട്ട്, ഒരു നിരീക്ഷണ പാഠകത്തോടു കൂടി ഞാൻ ശ്രദ്ധിക്കലാണ്. റൈറ്റിംഗ് ആൻഡ് തിങ്കിങ് ആർ കംപ്ലിമെൻറ്റിങ് ഈച്ച് അതർ. അല്ലേ? റൈറ്റിങ്ങും തിങ്കിങ്, നമ്മൾ ചിന്തിച്ചെഴുതണം. ഒരു കാര്യത്തെ തിങ്ക് ബിഫോർ ഡു എന്ന് പറയും, അല്ലേ? ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കണം. തിങ്ക് ബിഫോർ ഡു. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കുക. തിങ്ക് ബിഫോർ ഡു. അതുകൊണ്ട് തന്നെ എഴുത്തും അതുപോലെ തന്നെ ചിന്ത എന്ന് പറയുന്നത് എന്താണ്? പരസ്പരം പൂരകമായി കിടക്കുന്നതാണ്. ദാറ്റ് ഈസ്, തിങ്കിങ് വിൽ റിഫൈൻ യുവർ റൈറ്റിംഗ്സ് ആൻഡ് റൈറ്റിംഗ് വിൽ സ്ട്രെങ്തൻ യുവർ തോട്ട്സ്. അല്ലേ? നിങ്ങളുടെ ഈ ഒരു തിങ്കിങ് അത് നിങ്ങൾ എഴുത്തിനെ റിഫൈൻ ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ കൂടുതൽ ഉഷാറാക്കി എടുക്കും. നമ്മൾ ഓയിൽ റിഫൈൻ ചെയ്യുന്നല്ലേ, അതിനെ പ്യൂരിഫൈ ചെയ്യാൻ, അങ്ങനെ എന്തായാലും അരിച്ചെടുക്കും നിങ്ങളുടെ എഴുത്തുകളെ. ആ ചിന്താഗതി, ആ എഴുത്ത്, ആൻഡ് റൈറ്റിംഗ് വിൽ സ്ട്രെങ്തൻ യുവർ തോട്ട്സ്. ആ എഴുത്ത് നിങ്ങളുടെ ചിന്തയെ അടിപൊളിയാക്കി എടുക്കും. നൈസ്. ഡെവലപ്പ് റിസർച്ച് സ്കിൽസ്.
Fifth one, develop research skill. Developing research skills will help you to find out, make use of the source of information. റിസർച്ച് സ്കിൽ ഉണ്ട്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ കുറച്ച് സംഗതികളൊക്കെ ഉണ്ട്. ഒരു റിസർച്ച്, ഗവേഷണാത്മകമായിട്ടുള്ളതായ പ്രവർത്തനങ്ങൾ, അത് നിങ്ങളുടെ ഈ ഒരു സ്കില്ലിനെ നന്നാക്കി മാറ്റിയെടുക്കാൻ സഹായിക്കുന്നതാണ്. സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ കിട്ടാം, അല്ല, ഒരു ഗവേഷണാത്മകമായിട്ടുള്ളതായ ചിന്താഗതിയാണെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എവിടെ എത്തും, വളരെ ചിന്താത്മകമായി നിങ്ങൾ പോവുകയും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. ലേൺ ലാംഗ്വേജ് ഓർ യുവർ ഡിസിപ്ലിൻ. ഭാഷ പഠിക്കണം, നിങ്ങളുടെ വിഷയം മനസ്സിലാക്കണം. ടു റൈറ്റ് ഓൺ യുവർ ഡിസിപ്ലിൻ യു നീഡ് ടു ഗെറ്റ് എ സിസ്റ്റമാറ്റിക് ഇനിഷ്യൻ into the fundamentals of your discipline. The fundamentals include the keywords and phrase frequently used in that discipline. നിങ്ങളുടെ വിഷയത്തെക്കുറിച്ചാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വിഷയ സംബന്ധിയായിട്ടുള്ളതായ മാറ്റേഴ്സ് നിങ്ങളടുത്ത് വേണം. പരിസ്ഥിതി, എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റർ ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ഇൻ ദ ന്യൂ വേൾഡ് എന്ന് പറയുമ്പോൾ പരിസ്ഥിതിയുടെ ആഘാതങ്ങൾ അത് പുതിയ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് എന്ന് നമ്മൾ വിഷയത്തെക്കുറിച്ച് അധികരിച്ച് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വേർഡ്സ് നമ്മുടെ അടുത്ത് വേണം, കീ വേർഡ്സ് വേണം. എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റർ, എക്കോ പ്രോബ്ലംസ്, എക്കോളജിക്കൽ മിസ്മാനേജ്മെൻറ്റ്, അങ്ങനെ തുടങ്ങിയിട്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടെടുക്കുന്ന വേർഡുകൾ, പദങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇതിലൂടെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ ബേസിക് ആയിട്ട് ലെവലിലേക്ക് നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കാൻ സാധിക്കും. എനിക്ക് ചടക്കുന്നുണ്ടോയെന്ന് അറിയില്ല. വി ആർ ഗോയിങ് ടു ഫോർവേഡ്, മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കുക, 1 2 3 4 5 6 6 കാര്യങ്ങൾ. ഈ 6 കാര്യങ്ങളാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, അക്കാഡമിക് റൈറ്റിങ്ങിലേക്ക്, നമ്മൾ പഠനത്തിലേക്ക് നമ്മൾ ചാടിയിറങ്ങുന്ന സമയത്ത് നമ്മളെ സെറ്റപ്പ് ആക്കി നിർത്തുന്ന കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, സ്റ്റാർട്ട് ഫ്രീ റൈറ്റിംഗ്, കീപ് ജേർണൽ, reading and writing, think critically, develop research skills, learn language of your discipline. Okay, nice. മുന്നോട്ട് നീങ്ങാം. List the distinctive features of academic and non-academic writings. എന്താണ് ലിസ്റ്റ് ദ ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക് റൈറ്റിംഗ്? നോക്കാം. വളരെ പ്രധാനപ്പെട്ട അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെയും നോൺ അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെയും ഡിഫറൻസസ് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ, അക്കാഡമിക് റൈറ്റിംഗ് ആണെങ്കിൽ അത് ഫോർമൽ ലാംഗ്വേജ് ആയിരിക്കും. ഫോർമൽ, ഔപചാരികമായ ലാംഗ്വേജ് ആയിരിക്കും. യൂസ് ടെക്നിക്കൽ ആൻഡ് ഫോർമൽ വെക്കാബുലറി. അതിലുപയോഗിക്കുന്ന പദങ്ങൾ അത് ഫോർമൽ ആയിരിക്കണം, ടെക്നിക്കൽ ആയിരിക്കണം, സൂപ്പർ ആയിരിക്കണം, അല്ലേ? നമ്മൾ ഒരു ഓഫീസിലിരുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, അതാണ് അതിൻ്റെ ശൈലി. നിങ്ങളുടെ പേരെന്താണ്? അതിന് പുറമെ ജെടുന്ന് വരുന്നേ, എൻ്റെ പേരെന്ത്, ആ ഒരു ശൈലിയല്ല. അത് നോൺ അക്കാഡമിക് ആണ്. യൂസ് ഫോർമൽ. അക്കാഡമിക് റൈറ്റിംഗ്, യെസ്, ഫോർമൽ ലാംഗ്വേജ് ആയിരിക്കണം, ടെക്നിക്കലായിരിക്കണം, ഫോർമൽ വെക്കാബുലറി ആയിരിക്കണം. എന്നാൽ നോൺ അക്കാഡമിക് റൈറ്റിങ്ങിലാണെങ്കിലോ സിമ്പിൾ ലാംഗ്വേജ്, യൂസ് ഇൻഫോർമൽ ഫ്രേസസ് ആൻഡ് സ്ലാങ്സ്. സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കും. സാധാരണ നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, നമ്മുടെ പ്രിയപ്പെട്ടവർ സംസാരിക്കുന്ന സമയത്ത് എന്തായിരിക്കണം, സിമ്പിൾ ലാംഗ്വേജ് ഉപയോഗിക്കണം. എന്താ മുത്തസുഖല്ലേ എന്ന് ചോദിക്കണം. നമ്മൾ പ്രിയപ്പെട്ട ഭാര്യ കാണുമ്പോൾ എന്താ പറയുക, ഓ എൻ്റെ പ്രിയതമ്മ എവിടെ നിന്ന് വരുന്നു, സുഖമാണോ എന്നല്ല, എന്താ മുത്ത വിശേഷം, എൻ്റെ മുത്തിനെന്താ വിശേഷം, അങ്ങനെ ചോദിക്കുമ്പോഴാണ് അത് സിമ്പിളാകുന്നത്. അപ്പോൾ നോൺ അക്കാഡമിക് റൈറ്റിങ്ങിൽ സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കണം, ഇൻഫോർമൽ ഫ്രേസ് ആയിരിക്കണം, സ്ലാങ്സ് ഉപയോഗിക്കണം, അല്ലേ? സ്ലാങ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്ത് അല്ലേ, എന്താ സ്ലാങ്? സാധാരണ സ്ലാങ് എന്ന് പറയുമ്പോൾ ഓരോ നാട്ടിലോരോ ഭാഷകൾ. പിള്ളേരെന്ന് പറഞ്ഞ ചില ആൾക്കാർ, അത് ഓരോ നാട്ടിലെ ശൈലിയാണ്. എന്താ പിള്ളേർ ഇവിടുന്ന് വരുന്നത്, അങ്ങനെയൊക്കെ ഒരു ശൈലി, പല ശൈലിയുണ്ട്. അപ്പോൾ സ്ലാങ്, ഇപ്പോൾ ഈ തിരുവനന്തപുരം ഭാഗത്തൊക്കെ പോയാൽ പറയില്ലേ, എൻ്റെ അപ്പിട്ട ചായ എന്നൊക്കെ പറയും. അത് അപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ ഉദ്ദേശം, എൻ്റെ അനന്തരവൻ അല്ലെങ്കിൽ അനുജൻ എന്നർത്ഥത്തിനാണ് അവിടെ ആയിപ്പോയി. അപ്പോൾ പക്ഷെ നമുക്ക് കേൾക്കും, സുബ്ഹാനല്ലാഹ് എന്താ ഇതൊക്കെ അല്ലേ, അങ്ങനെ ചെയ്യാൻ. അപ്പോൾ ഓരോ നാട്ടിൽ 100 നാട്ടിൽ 500 ഭാഷ എന്ന് പറഞ്ഞ പോലെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അക്കാഡമിക് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സൂപ്പർ ലാംഗ്വേജ് ആയിരിക്കണം, നോൺ അക്കാഡമിക് ആണെങ്കിൽ തിരിച്ചായിരിക്കണം. സെക്കൻഡ് വൺ, സിഗ്നൽ വേർഡ്സ് ടു ഇൻഡിക്കേറ്റ് ഓർഗനൈസേഷണൽ പാറ്റേൺ ഓഫ് ദ വർക്ക്. നമ്മൾ ഒരു ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് സംബന്ധിയായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അതിലേക്ക് നമ്മൾ വിശദീകരിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കണം.
ഇപ്പോൾ എൻജിനീയറിംഗ് വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലേ, ഉദാഹരണത്തിന് മെക്കാനിക്കൽ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയം പറയുകയാണെങ്കിൽ അവിടെ പരിസ്ഥിതി സംബന്ധിച്ച് പരിസ്ഥിതിയെക്കുറിച്ച് പറയുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ എന്തായിരിക്കും? സ്യൂട്ടബിൾ ആയിരിക്കണം. ലാംഗ്വേജ് യൂസ് സൂറ്റബിൾ ഫോർ ലാർജർ ഓഡിയൻസ്. പിന്നെ മറ്റേതിലാണ് നോൺ അക്കാഡമിക്കലാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു അക്കാഡമിക് റൈറ്റിംഗ് വരുമ്പോൾ ഒരു സമ്പത്തിനെ കുറിച്ചുള്ള വിഷയം ചർച്ച ചെയ്യുമ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങളുള്ള ഒരു പ്രബന്ധമാണ് വരേണ്ടത്. അപ്പോൾ അതിൽ ഇത് വായിക്കുന്ന ആരും മാത്രമായിരിക്കും? സമ്പത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു എക്കണോമിക്കലി ബേസ്ഡ് ആയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് പഠിക്കുന്ന ആളായിരിക്കും ഇത് വായിക്കുന്നത്. അപ്പോൾ അവർക്കുള്ള ഒരു സാധനം കൊടുക്കേണ്ടത്. അതാണ് അക്കാഡമിക്കിൽ വരേണ്ടത്. നോൺ അക്കാഡമിക് ആയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിശാലമായിട്ട് ഒരു പ്രസംഗം നടത്തുന്നത്. അവിടെ കുട്ടികളുണ്ടാവും, വലിയ ആൾക്കാരുണ്ടാവും, സ്ത്രീകളുണ്ടാവും, വയസ്സന്മാരും എല്ലാവരും ഉണ്ടാവും. അപ്പോൾ അവരുടെ ഇടയിൽ എന്ത് ചെയ്യുന്നത്? അവർക്ക് എല്ലാവർക്കും ഓഡിബിൾ ആയിട്ടുള്ള, എല്ലാവർക്കും സ്വീകാര്യയോഗ്യമായിട്ടുള്ള ഭാഷയെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ പ്രസംഗം എന്താകുന്നത്? സ്വീകാര്യയോഗ്യമാകുന്നത്. അല്ലെങ്കിൽ എന്തായിരിക്കും? ചെങ്ങൈക്ക് എന്താ പറയണത്, എന്തില്ല, അത്തും ബിത്തുല്ല എന്നൊക്കെ പറഞ്ഞ രൂപത്തിലേക്ക് മാറും. സോ അത് രണ്ടിൻ്റെയും ശൈലി വേറെ തന്നെയാണ്. പിന്നെ ഫോർമൽ ഇൻട്രഡക്ടറി പാരഗ്രാഫ് കണ്ടെയ്നിങ് സ്റ്റേറ്റ്മെൻറ്റ്, മൂന്നാമത്തേത് അല്ലേ. അപ്പോൾ നമ്മളൊരു അക്കാഡമിക് റൈറ്റിംഗ് നടത്തുമ്പോൾ അതിൽ ഫോർമൽ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ഒരു ഔപചാരികമായി തുടങ്ങണം. നമ്മൾ സാധാരണ നമ്മൾ സുഹൃത്തിന് കത്തെഴുതുമ്പോൾ അല്ലെങ്കിൽ ചാറ്റ് ലിസ്റ്റിൽ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തുടങ്ങൽ എങ്ങനെയാണ്? ഒരു ഔപചാരികമൊന്നുമില്ല, ടപ്പയും തുടങ്ങലാണ്. പക്ഷെ നമ്മളൊരു വിഷയത്തെക്കുറിച്ചെല്ലാം അധികരിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഒരു ഫോർമൽ ഇൻട്രൊഡക്ടറി ആണെങ്കിൽ അവിടെ എന്ത് വേണം? ഫോർമലായിട്ടുള്ള പാരഗ്രാഫ് തുടങ്ങണം. നന്നായിട്ടുള്ള ആ ഒരു സ്ട്രൈക്കിംഗ് ആയിരിക്കണം. നമ്മൾ തുടക്കുന്ന പാരഗ്രാഫ് സ്ട്രൈക്ക് ചെയ്തിട്ട് അവർക്ക് ആ വിഷയത്തിൽ നല്ല ഒരു ഗഹനമായ വിഷയത്തിൽ കിട്ടണം. എന്നാൽ നോൺ അക്കാഡമിക് റൈറ്റിംഗ് ഷോർട്ട് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. സ്യൂട്ടിങ് ദ സബ്ജക്റ്റ് എ തീസിസ് മാറ്റർ ഓഫ് വർക്ക്, സിമ്പിളായിട്ട് ആ വിഷയത്തെക്കുറിച്ചൊരു സമ്മതി മതി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ബോഡി പാരഗ്രാഫ് ആർ ലോങ് ആൻഡ് വിത്ത് ഈച്ച് സെൻറ്റൻസ് സെർവിങ് എ സ്പെസിഫിക് പർപ്പസസ്. നമുക്ക് പറഞ്ഞല്ലോ, ഒരു അക്കാഡമിക് റൈറ്റിംഗ് ആണെങ്കിൽ അതിനൊരു സ്റ്റാർട്ടിങ് പാരഗ്രാഫ് ഉണ്ടാകും, ബോഡി ലാംഗ്വേജ് ഉണ്ട്, ബോഡി പാരഗ്രാഫ് ഉണ്ടാകും, പിന്നെ കൺക്ലൂഷൻ പാരഗ്രാഫ്സ് ഉണ്ട്. അപ്പം ബോഡി ബോഡി പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കാതലായ വശം ഉൾക്കൊള്ളുന്ന പാരഗ്രാഫ്സൊക്കെ അതിൽ ഓരോ സെൻറ്റൻസും പുതിയ പുതിയ ആശയത്തെ കൊണ്ടുവരാൻ കഴിയണം. അല്ലാതെ നമ്മൾ പറഞ്ഞ രൂപം അത് ശരിയാവില്ല. പക്ഷേ ഇതിലെന്ത് ചെയ്യാം? മറ്റേതിൽ നോൺ അക്കാഡമിക് ആണെങ്കിൽ ബോഡി പാരഗ്രാഫ് ഷോർട്ടായിരിക്കും, ലെങ്ത് ഉണ്ടാകും. പക്ഷേ അതെന്താണ്? അതിലിങ്ങനെ എന്തും കൂട്ടിക്കൊടുക്കാൻ പറ്റും. Elaborate explanation of the central idea or argument with supporting expert sources. നമ്മൾ എക്സ്പ്ലനേഷൻസ് വിശദീകരിക്കുക, ആ വിഷയത്തെ ആർഗ്യുമെൻറ്റ്, അതുപോലെ തന്നെ ഓർ ആർഗ്യുമെൻറ്റ് വിത്ത് സപ്പോർട്ടിങ് എക്സ്പെർട്ട് സോഴ്സ്. അപ്പോൾ നമ്മളൊരു ആശയത്തെ കൊണ്ടുവരുമ്പോൾ ആശയത്തിന് ഉപോത്ഭകമായ തെളിവുകളെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള എഴുത്തതിൽ വരണം. ഐഡിയാസ് ആർ റിലേറ്റഡ് വെൽ ബട്ട് നോട്ട് സപ്പോർട്ട് വിത്ത് എക്സ്പെർട്ട് സോഴ്സസ്. നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച്, ഉദാഹരണം പരിസ്ഥിതി ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻവയോൺമെൻറ്റ് ഡിസാസ്റ്റർ ഈസ് ഗോയിങ് ഓൺ വെരി റൂഡ്ലി എന്ന് പറയുമ്പോൾ ആ ഒരു മോശമായ അവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ അതിന് തെളിവ് കൊണ്ടുവരണം. തെളിവ്? നിലവിൽ എന്താണ് പ്രളയം, പ്രകൃതികൾ പ്രശ്നങ്ങൾ, മണ്ണൊലിപ്പ്, ഡിഫോറസ്റ്റേഷൻ, സോയിൽ എറോഷൻ തുടങ്ങിയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് എന്ന് നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കാൻ കഴിയണം. അപ്പോൾ അതിനുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള തെളിവുകൾ കൂടെ കൂട്ടിക്കൊടുക്കുമ്പോൾ നമ്മുടെ ഭാഷ റൈറ്റ് സെറ്റപ്പായി വരും. എന്നാൽ നോവൽ സമയത്തിന് ആവശ്യമില്ല, എന്തിൽ എഴുതിയാൽ മതി. നോവല്, കഥ ഒക്കെ എന്ത് കൂട്ടിക്കൊടുക്കാം. റെഫറൻസിങ്, കൃത്യമായിട്ട് റെഫറൻസ് കാണിക്കും. ഈ സാധനം ഞങ്ങളോട് പറയണ എന്താണ്, 2018 ഇന്ത്യൻ ഗവൺമെൻറ്റിൽ എന്താണ്